ഒറ്റക്ക് നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ കൂടുതൽ അറിയാൻ പറ്റും. നമ്മൾ കൂട്ടത്തിലുള്ള നമ്മളല്ല, നമ്മൾ ഒറ്റക്കുള്ള നമ്മളാണ് കറക്റ്റ് നമ്മൾ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പോകുന്നതാണെങ്കിൽ നമ്മൾ ഒറ്റക്ക് സംസാരിക്കും, ഒറ്റക്ക് പാട്ട് പാടും വണ്ടിയിൽ നിന്ന്, ഒറ്റക്ക് മുന്നിലൊരാളുള്ള പോലെ കോൺവെർസേഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ബോർഡ് കാണുമ്പോൾ അതിൻ്റെ അകത്തുള്ള വാക്കുകൾ ഇങ്ങനെ പിന്നെ അവർ 100 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അത് പാട്ടാവും ചിലപ്പോൾ. ഇപ്പോൾ ഈ ഒരു വർക്കിലേക്ക് കയറി എക്സ്പ്രസ്സിലേക്ക് കയറിയതിന് ശേഷം അല്ലെ യാത്രയോ അല്ലെ എവിടെയായാലും എന്തായാലും പോകുന്ന സമയത്ത് ആദ്യം പോകുന്ന പോലെയല്ല ഈ കാഴ്ചകളിലേക്ക് വരുന്നത്. ഹോർഡിങ് വരുന്നുണ്ട്, സൈൻ ബോർഡ്സ്, ലോഗോസ്, ഈ സാധനങ്ങളെല്ലാം കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു കാഴ്ചേൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ സാധനങ്ങളൂടെ ഇൻക്ലൂഡഡ് ആണ്, നമ്മൾ ഇതും കൂടി ആ ഒരു പ്രയോറിറ്റിയിലേക്ക് വരുന്നുണ്ട്. ഒരു ഗ്രൂപ്പായിട്ട് ചിന്തിക്കുന്നതിൽ എല്ലാവരും അഭിപ്രായങ്ങളും കൂട്ടി വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഔട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ചില ആളുകൾക്ക് ഒന്ന് ഫ്രീ ആവണം. ഇപ്പോൾ ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി ഒരു ട്രിപ്പ് പോകുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് കാണുന്ന ബോർഡുകൾ, ചിലപ്പോൾ ചില ആളുകളെ കാണുന്ന സമയത്ത് ഓരോ സാധനങ്ങൾ ഇങ്ങനെ സ്ട്രൈക്ക് ആവും. കൂട്ടത്തിൻ്റെ കൂടെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു 5 ആളാണെങ്കിൽ ചിലപ്പോൾ 5 അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന് നമ്മൾ നിൽക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിനായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകേണ്ട ഒരു ഇത് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒറ്റക്കേ പോകാൻ പറ്റുള്ളൂ, കൂട്ടത്തിൻ്റെ കൂടെ പോകരുത് എന്നുള്ളതല്ല, പക്ഷെ ഒറ്റക്കും പോകണം. അപ്പോൾ വലിയ ട്രാവലൊന്നും ഒറ്റക്ക് പോകണമെന്നല്ല. എന്തും ഞാനീ പറയുമ്പോഴും ഭക്ഷണം കഴിക്കാൻ ഒറ്റക്ക് പോയി നോക്കുക, സിനിമ കാണാൻ ഒറ്റക്ക് പോയി നോക്കുക, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഒറ്റക്കും ഒന്ന് പോയി നോക്കുക. നിങ്ങൾക്കായിട്ടൊരു സമയം കൂടെ കണ്ടെത്തുക. അതിപ്പോൾ എന്തിനെപ്പറ്റി ചിന്തിക്കാൻ, വർക്കിനെ പറ്റിയാണെങ്കിലും ലൈഫിനെ പറ്റിയാണെങ്കിലും മന്ത്ലിയോ എപ്പോഴെങ്കിലും പറ്റുന്ന സമയത്ത് ഒറ്റക്ക് കൂടെ ഒന്ന് നടന്നു നോക്കുക. ഏത് വഴിയിലായാലും എങ്ങനെയായാലും ഒറ്റക്ക് കൂടെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. കുറച്ചുകൂടി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയാൻ പറ്റും.